ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തീരെ പ്രതീക്ഷയില്ലാതെ പോയി കണ്ട സിനിമയാണ്. അതുകൊണ്ട് തന്നെ പടം കഴിഞ്ഞപ്പോൾ നല്ലൊരു സംതൃപ്തി കിട്ടിയ ഫീലായിരുന്നു. പടത്തിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ ഇങ്ങനെ റിലീസ് ചെയ്തതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഗൗതം മേനോൻ്റെ പടമാണ്, മമ്മൂട്ടീൻ്റെ സിനിമയാണ്, ഗൗതം മേനോൻ മലയാളത്തിലേക്ക് വരികയാണ്. അങ്ങനത്തെ ഒരു പ്രതീക്ഷകളും ഇല്ലാണ്ട് വന്നൊരു സിനിമയാണ് ഇപ്പോൾ ഇത്. തുടക്കത്തിൽ തന്നെ സിനിമ ഒരു സ്ലോ പേസിൽ അങ്ങനെ തുടങ്ങി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പടം അവസാനിച്ചപ്പോഴേക്കും ഒരു നമുക്ക് പെടാവുന്ന രീതിയിൽ പടം എത്തി. പിന്നെ അടുത്തത് മമ്മൂട്ടിയും ഗോകുൽ സുരേഷുമായിട്ടുള്ള കോംബോ ആയിരുന്നു. അത് എപ്പോഴും ഇതേപോലെ ഒപ്പം നടന്നിട്ട് അങ്ങനെ അന്വേഷിക്കുക അങ്ങനത്തെ രീതിയിലൊന്നും അല്ലെങ്കിലും അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഒക്കെ നല്ല നല്ല ക്യാച്ച് ആയിരുന്നു. നല്ല രസമായിരുന്നു ആ കാര്യങ്ങളൊക്കെ കാണാൻ. അവിടെ ആ ഗിവ് ആൻഡ് ടേക്ക് സംഭാഷണങ്ങളൊക്കെ, പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ഹ്യൂമറുകളൊക്കെ നമുക്ക് കണ്ടിരിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നിയിരുന്നു കാണുമ്പോൾ. പിന്നെ മമ്മൂക്കയാണെങ്കിൽ തന്നെ കാണാനും യങ്ങ്, പിന്നെ അതിൽ പെർഫോമൻസ് ആണെങ്കിൽ നല്ല സിമ്പിളായിട്ട് സ്പീഡിലൊക്കെ സംസാരിക്കുന്ന തരം ശൈലിയായിരുന്നു. അതൊക്കെ നല്ലൊരു നല്ലൊരു മുതൽക്കൂട്ടായി സിനിമ. പിന്നെ ഇതിൽ നടിയായ സുഷ്മിത ഭട്ട് അങ്ങനെ എന്താണ് പേര്, അവരും സിനിമയിലെ ഡയലോഗുണ്ട്, ഇവരെ കാണുന്തോറും ഭംഗി കൂടിക്കൂടി വരികയാണല്ലോ എന്നുള്ളത്. അത് അതുപോലെ തന്നെ തോന്നി ചെയ്തിരുന്നു. പെർഫോമൻസ് ആണെങ്കിലും വളരെ മികച്ചൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടുകളൊക്കെ ഒരു ആവറേജ് റേഞ്ചാണ് സിനിമയിലുള്ളത്. പക്ഷേ പാട്ടിലൊക്കെ ഈ ഗോകുൽ സുരേഷൊക്കെ നല്ല നല്ല ലിപ്പ് സിങ്കൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കേൾക്കാനും കാണാനൊക്കെ നല്ലൊരു രസമുണ്ടായിരുന്നു ആ ഗോകുൽ സുരേഷിൻ്റെ പെർഫോമൻസ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. ഇത് തുടങ്ങുമ്പോൾ ഉള്ള രീതിയിൽ സിനിമ മാറിയിട്ട് വേറൊരു റേഞ്ചിക്ക് അങ്ങനെ പോണ പോലെ അങ്ങനെ തോന്നി. നമുക്ക് ആ ഒരു സ്പീഡ് അങ്ങനെ ആയതുകൊണ്ട് സിനിമേൻ്റെ ആ ഒരു ശൈലി നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഒരു രണ്ട് ടൈപ്പ് നെഗറ്റീവാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഥാപാത്രങ്ങൾ ഓരോ ഓരോ സൈഡിൽ കുറേ കഥാപാത്രങ്ങൾ അവരുമായിട്ട് അങ്ങനെ പടമായിട്ട് വലിയ ലിങ്ക് ഉണ്ടോ ഇല്ലയോ എന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു. പിന്നെ ഇതിൽ ഫൈറ്റാണ്. ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലോ ആയിട്ട് ചെയ്യുന്നൊരു രീതിയാണ് അതിലുള്ളത്. അത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഗൗതമേൻ്റെ പണ്ടത്തെ സിനിമകളിലൊക്കെ അതേപോലെ നല്ല അടിപൊളി ആക്ഷൻ സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ടൈപ്പ് സിനിമയ്ക്ക് ഈ ഫൈറ്റ് ആയാലും മതി. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് വലിയ കുറവെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഫാൻസിനൊക്കെ ഒന്നുകൂടി നല്ലൊരു മികച്ചു നിന്നായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ സിനിമ തുടങ്ങിയിട്ട് അവസാനിച്ചപ്പോഴേക്കും മൊത്തത്തിലൊരു ഗുഡ് ഫീൽ കിട്ടിയൊരു പോലെ തോന്നി. പിന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ് സീനിൽ ഇതിലൊരു ഡാൻസ് നമ്പർ ഉണ്ട്. അതിൽ ആ സോങ് ആ ക്ലൈമാക്സ് സീനിൽ അവിടെ പ്ലേസ് ചെയ്തത് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഈ സിനിമ കംപ്ലീറ്റ്ലി ഒരു ഗൗതം മേനോൻ സിനിമ അല്ല. നമ്മൾ കാക്ക കാക്ക ഉണ്ണിത്താണ്ടിരുവായ വാരണമായിരം അതുപോലെ ഒന്നുമല്ല. ഇത് വേറൊരു ടൈപ്പ് ഗൗതം മേനോൻ. പിന്നെ ഇതിൽ പോലീസുകാരനാകുമ്പോൾ ആ ഒരു പവറോട് കൂടിയിട്ട് പെരുമാറുന്ന ഒരു മമ്മൂക്ക. പിന്നെ ഡിറ്റക്റ്റീവ് ആകുമ്പോൾ ആ അന്വേഷണത്തിൻ്റെ ത്വരയോട് കൂടിയിട്ട് ആ രീതിയിൽ ഡീൽ ചെയ്യണ ഒരു മമ്മൂക്ക. പിന്നെ ഇടയ്ക്ക് ചില സന്ദർഭങ്ങളിൽ ദുർബലനായിട്ടുള്ളൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. ഈ 3 സംഭവങ്ങളൊക്കെ ഒരു വളരെ ലളിതമായിട്ട് അനായാസമായിട്ട് ചെയ്യുന്നൊരു ഫീല്. എന്തായാലും ഇത് വലിയൊരു പ്രൊമോഷനോ പരിപാടിയോ അല്ലാണ്ട് ഇങ്ങനെ റിലീസ് ചെയ്തത് നന്നായി. ഒരു